CPIM ദേശീയ സമ്മേളനം മധുരയിൽ വെച്ച് നടക്കുകയാണ്. അതായത് ഏപ്രിൽ 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് മധുര സമ്മേളനം. CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തോളം വരില്ല ദേശീയ സമ്മേളനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണമാകുന്നത് നിരവധി കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, CPIMന് ആകെ കേരളത്തിൽ മാത്രമേ അധികാരമുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലെ CPIM കേഡർമാരെന്നത് നാമം മാത്രമാണ്. 34 കൊല്ലം ഭരിച്ച ബംഗാളിൽ CPIMന് ഒരു ചുമരിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പരിതപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമാണ് CPIMന് ഉള്ളത്. ത്രിപുരയിലെ കാര്യം അതീവ ദൗർഭാഗ്യകരമാണ്. CPIMന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ളത് മാത്രമല്ല, ബംഗാളിനേക്കാൾ പരിതാപകരമായി ആ കൊച്ചു സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും CPIM തകരുമ്പോൾ അവിടെ BJP പൊന്തി വരുന്നു എന്നുള്ളത് ഏറെ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏതായാലും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട നയരേഖയെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുമായാണ് ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ KK ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ CPIMൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വൃന്ദ കാരാട്ടിൻ്റെ പേര് പരിഗണിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അവൈലബിൾ പോളിറ്റ് ബ്യൂറോയിലെ അംഗം വൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും പിണറായി വിജയനും ഒക്കെയാണല്ലോ. S രാമചന്ദ്രൻ പിള്ള ഈ കാലഘട്ടം അത്രയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രായാധിക്യം അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമാണ്. സീതാറാം യെച്ചൂരിയാണ് അവസാന CPIM ജനറൽ സെക്രട്ടറി. അദ്ദേഹം സ്ഥാനത്തിരുന്നപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. എന്നാൽ ദേശീയ തലത്തിൽ പിന്നീട് CPIMന് ഇതുവരെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. അതായത് യെച്ചൂരിയുടെ വിടവ് നികത്തുന്ന രീതിയിൽ കൊടുന്തരി ഒരു തീരുമാനം എടുത്തിട്ടെന്ത് കാര്യം? കാരണം CPIMനെ പോലൊരു പാർട്ടി ദേശീയ തലത്തിലൊന്നുമല്ല. അപ്പോൾ പിന്നെ ഒരു ജനറൽ സെക്രട്ടറിയുടെ ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കേരളത്തിൽ മാത്രം അധികാരമുള്ള പിണറായി വിജയനും പരിവാരവുമാണ് എന്നുള്ളത് പകല് പോലൊരു സത്യമാണ്. CPIMലെ അണികൾ എന്ത് ചെയ്യണമെന്നതും അവർക്ക് എന്ത് നിർദ്ദേശം കൊടുക്കണമെന്നതും പിണറായി വിജയൻ കൃത്യമായി തൻ്റെ മരുമകനുമായി ആലോചിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ അവിടെ കേന്ദ്ര കമ്മിറ്റിക്ക് എന്ത് റോളാണുള്ളത്, പോളിറ്റ് ബ്യൂറോയ്ക്ക് എന്ത് റോളാണുള്ളത്, അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഇനി ആര് നിയമിക്കണം എന്ന കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കാം. കാരണം കേരളം പറയുന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിണറായി വിജയൻ്റെ കളിപ്പാവയൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും യെച്ചൂരിക്ക് ശബ്ദമുണ്ടാക്കാൻ, അതായത് ഒരു വോയിസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ പ്രകാശ് കാരാട്ട് അങ്ങനെയല്ല. പിണറായി വിജയൻ്റെ വലങ്കൈയായി ഇരുന്നു കൊണ്ടാണ് PS അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ആദ്യം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇരുവരെയും പുറത്താക്കി, സംഘടനത്തിൻ്റെ പേരിൽ, വാഗ്വാദത്തിൻ്റെ പേരിൽ. എന്നിട്ട് നൈസായിട്ട് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ തിരിച്ചെടുക്കുകയും എന്നാൽ VS അച്യുതാനന്ദന് വേണ്ടി കസേര ഒഴിച്ചിടുന്നു എന്ന രീതിയിലേക്ക് കൃത്യമായി പറയുകയും ചെയ്തു. അവിടെയാണ് CPIMൻ്റെ ഇരട്ടത്താപം. ഏതായാലും ദേശീയ സമ്മേളനം എന്നത് വെറും പ്രഹസനമാണ് എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട.